എല്ലാവർക്കും നമസ്തേ. മഹാഭാരത യുദ്ധത്തിൻ്റെ 10ാമത്തെ ദിവസം അർജുനൻ ശിഖണ്ഡിയുടെ സഹായത്തോടുകൂടി ഭീഷ്മ പിതാമഹനെ ശരശയിൽ വീഴ്ത്തി. അദ്ദേഹം ദക്ഷിണായനത്തിലാണ് ശരശയിൽ വീണത്. സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ ഉത്തരായനം പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. ഉത്തരായനം ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി ധാരണയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർക്കടകം 1 മുതൽ ധനുമാസം അവസാനം വരെയുള്ള 6 മാസക്കാലം ദക്ഷിണായനവും, മകരം 1 മുതൽ മിഥുനം അവസാനം വരെയുള്ള 6 മാസക്കാലം ഉത്തരായനവും. ഉത്തരായനം ശരിക്കും ദേവയാനവും ദക്ഷിണായനം പിതൃയാനവുമാണ്. അതായത് ദക്ഷിണായനത്തിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ ജീവന് പിതൃലോകം വരെ എത്താനേ സാധിക്കൂ. ഉത്തരായനത്തിലാണ് മരിക്കുന്നതെങ്കിൽ ഊർധ്വലോകപ്രാപ്തിയും ലഭ്യമാകും. അപ്പോൾ ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വരം ലഭിച്ചിട്ടുണ്ട്. സ്വയം ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ ദേഹം ഉപേക്ഷിക്കൂ. അങ്ങനെ അദ്ദേഹം ഉത്തരായനം പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. ആ സമയത്ത് പാണ്ഡവരിൽ മൂത്ത ജ്യേഷ്ഠനായ ധർമ്മപുത്രൻ, അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സഹായത്തോടുകൂടി ഈ ഭീഷ്മരുടെ അടുത്ത് ധർമ്മോപദേശം കേൾക്കാനെത്തുന്നു. പല വിഷയങ്ങളെപ്പറ്റി ഭീഷ്മരോട് ചോദിച്ചു. വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ, അതുപോലെ ക്ഷേത്ര ഉപവാസ ഫലങ്ങൾ, ദാനാദി കർമ്മഫലങ്ങൾ, അതുപോലെ യാഗാദി കർമ്മത്തിൻ്റെ ഫലങ്ങൾ ഒക്കെ ചോദിച്ച് എല്ലാ വിഷയങ്ങൾക്കും യുക്തിയുക്തമായ മറുപടി ഭീഷ്മർ കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ ധർമ്മപുത്ര ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്നാണ് ചോദ്യം. ഇത് ചോദിക്കാൻ കാരണമുണ്ട്. ഭീഷ്മരുടെ ക്വാളിറ്റി എന്താണെന്നറിയുമോ? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തത്വജ്ഞാനിയാണ് ഭീഷ്മർ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രജ്ഞനാണ് ഭീഷ്മർ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധവിശാരദൻ കൂടിയാണ് ഭീഷ്മർ. അദ്ദേഹത്തിൻ്റെ യോഗ്യത എത്ര പറഞ്ഞാലും തീരില്ല. അങ്ങനെയുള്ള ഭീഷ്മരോടാണ് ധർമ്മപുത്ര ചോദിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണ്? സൈനിക ബലമാണോ? അടിച്ചമർത്തപ്പെട്ട ഒരു സാമ്രാജ്യത്വ ശക്തിയാണോ? ഒരു ലിഖിത നിയമാവലിയാണോ? എന്താണ് ഒരു രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന ചോദ്യത്തിന് മുൻപിൽ ഭീഷ്മർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഒരു രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ശക്തി ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ സ്വരാഷ്ട്രബോധമാണ്. ഇതെൻ്റെ നാടാണ്, ഇതെൻ്റെ രാജ്യം, ഇതെൻ്റെ മണ്ണാണ്, ഇതെൻ്റെ സംസ്കാരമാണ്, ഇതെൻ്റെ പൂർവികരെങ്ങനെയാണോ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് എനിക്ക് കൈമാറിത്തന്നത്, ആ അന്തസത്ത നഷ്ടപ്പെടാതെ അത് ആ ഗൗരവത്തോടുകൂടി അത് കാത്തു സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം, പ്രതിബദ്ധത എനിക്കുണ്ട് എന്ന് ഓരോരുത്തരും ഉള്ളു തുറന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യലാണ് ഒരു രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്വരാഷ്ട്രബോധം എന്നാണോ നമുക്ക് നഷ്ടം വന്നത്, അന്നൊക്കെ നമ്മൾ വൈദേശിക അടിമത്വത്തിൽ കഴിഞ്ഞിട്ടില്ലേ? അതുകൊണ്ടല്ലേ നീണ്ട 1400 വർഷക്കാലം വൈദേശിക അടിമത്വത്തിൽ കിടക്കേണ്ട ഗതികേട് നമുക്കുണ്ടായത്? ഈ സ്വരാഷ്ട്രബോധം നമുക്കില്ലാതെ പോയി. എന്നാണോ ഈ സ്വരാഷ്ട്രബോധം ഉണ്ടായത്, അന്ന് ഒക്കെ നമ്മുടെ നാട് അതിൻ്റെ വൈഭവത്തിൽ എത്തുവാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമസ്തേ.